നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി വരും. 27 തവണ മാറ്റിവെച്ച കേസിന്റെ വിധിക്ക് വേണ്ടി സിനിമാ ലോകവും ഉറ്റുനോക്കുകയാണ്. നടൻ ദിലീപിന്റെ ഭാവി നിർണയിക്കുന്ന വിധി കൂടിയാണ് വരാനിരിക്കുന്നത്. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. കേസിന് ആസ്പദമായ സംഭവം നടന്ന വേളയിൽ ദിലീപ് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിലേക്ക് അന്വേഷണം എത്തിയത്. നടി ആക്രമിക്കപ്പെട്ടതിന്റെ 2ാം നാൾ കൊച്ചിയിലെ ദർബാർ ഹാളിൽ സിനിമാ പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മ ചേർന്നു. അക്കൂട്ടത്തിൽ ദിലീപും ഉണ്ടായിരുന്നു. തനിക്കൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികയായി അഭിനയിച്ച നടിക്ക് സംഭവിച്ച ദുരനുഭവം ഭയപ്പെടുത്തുന്നതാണ് എന്നാണ് അന്ന് ദിലീപ് പറഞ്ഞത്. അതിനൊപ്പം ദിലീപ് പറഞ്ഞൊരു കാര്യം, കേസിലെ പോലീസ് അന്വേഷണം സത്യസന്ധമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് എന്നാണ്. എന്നാൽ ഏതാനും മാസങ്ങൾക്കപ്പുറം കേസിൽ 8ാം പ്രതിയായി അതേ ദിലീപിന്റെ പേര് എഴുതി ചേർക്കപ്പെട്ടു. മീഡിയക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, വാർത്തകൾ വളച്ചൊടിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത് സിനിമയിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും കൂട്ടായ്മ ഉണ്ടായി. പക്ഷേ ഇത് നമ്മുടെ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമായി നമ്മൾ എടുത്ത് ഇനി അങ്ങോട്ട് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് കൂട്ടായി നിൽക്കാം. അതിനൊപ്പം ഞാനും ഉണ്ടാകും. മമ്മൂക്ക വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും ഇവിടേക്ക് ഓടി വരികയുണ്ടായി. മലയാള സിനിമാ കുടുംബത്തിലെ ഒരാൾക്ക് സംഭവിച്ചു എന്നതിനപ്പുറം കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെയാണ് എല്ലാത്തിനും എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തോടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു എന്നാണ് അന്ന് ദിലീപ് പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. metromatney.com.